ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇന്ന് എനിക്കൊരു ലീവ് ഡേ ആണ്. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു മാംഗോ സ്റ്റിക്കി റൈസ് അങ്ങോട്ട് ഉണ്ടാക്കി മക്കളെ ഞെട്ടിക്കാമെന്ന്. ഉച്ചയ്ക്ക് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോയത്. ഇവിടുന്ന് ലുലുവിലേക്ക് പോകാനായിട്ട് ഒരു 10 മിനിറ്റ് സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും ഒരു ഫ്രഷ് ക്രീമും വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഒരു കോക്കനട്ട് പൗഡറും മാംഗോയും മാത്രം മേടിച്ചാൽ മതി. പെട്ടെന്ന് അത് മേടിച്ചിട്ട് തിരിച്ചു വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. എപ്പോൾ ലുലു പോയാലും മുകളിലൊക്കെ ഒന്ന് പോയി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് മക്കളുടെയും വലിയവരുടെയും ഒക്കെ കണ്ട് ഒന്ന് വന്നാലാണ് എനിക്ക് സമാധാനം ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ താഴെ മാംഗോയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്. മാംഗോ എനിക്കറിയാം എവിടെയാണെന്നുള്ളത്. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് നടന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ദേ ഇരിക്കുന്നു നെസ്ലയുടെ ക്രീമും അതിന് താഴെയായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും. അപ്പോൾ വേഗം ഞാൻ ഓരോന്നെടുത്തു. പക്ഷേ ഫ്രഷ് ക്രീം യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് നോക്കിയത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. അതും വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴത്തേനും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം ഓൾറെഡി ആയി. അപ്പോൾ പിന്നെ ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ വൈകുന്നേരമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ബസ്മതി റൈസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് മക്കൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാട്ടോ ഈ മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ ഗൈസ്, സീ യു.